ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു മാഗസിൻ്റെ കവർ പേജ് ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമായി തന്നെ ഫയലിൽ പോയി ഒരു ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഡോക്യുമെന്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് കവർ പേജിന്റെ സൈസ് സെറ്റ് ചെയ്യണം. പല സൈസിലുള്ള മാഗസിൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഒരു നോർമൽ സൈസുള്ള മാഗസിൻ കവർ പേജാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. ഞാനിവിടെ കൊടുക്കുന്ന സൈസ് വിഡ്ത്ത് 8.75 ഇഞ്ചും അതുപോലെ തന്നെ ഹൈറ്റ് 11.25 ഇഞ്ചുമാണ്. ഇവിടെ ഇഞ്ചാണ് സെലക്ട് ചെയ്യേണ്ടത്. വിഡ്ത്ത് 8.75 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് 11.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇഞ്ച് തന്നെ സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് 300 റെസൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് 300 ഇവിടെ കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പ്രിന്റിംഗ് പർപ്പസിനാണെങ്കിൽ കളർ മോഡ് CMYK ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ പ്രിന്റിംഗ് പർപ്പസിന് അല്ലാത്തതുകൊണ്ട് RGB ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഡോക്യുമെന്റിന്റെ 4 സൈഡിലും ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് വ്യൂവിൽ പോയി ന്യൂ ഗൈഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ വെർട്ടിക്കലാണ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം വെർട്ടിക്കലായിട്ട് ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യാം. നമ്മുടെ ഈ കവർ പേജിന്റെ ടോട്ടൽ വിഡ്ത്ത് 8.75 ഇഞ്ചാണ്. അതിൽ നമുക്ക് ആദ്യത്തെ ഗൈഡ് ലൈന് 0.5 ഇഞ്ചിൽ സെറ്റ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിലും ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യാം. ഇനി അടുത്ത ഗൈഡ് ലൈൻ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് 8.25 ഇഞ്ചിലാണ്. അതുകൊണ്ട് ഞാനിവിടെ 8.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഹൊറിസോണ്ടലായിട്ട് ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്യണം. ഇവിടുന്ന് ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്യുക. ഇവിടെയും 0.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത ഗൈഡ് ലൈന് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ഈ കവർ പേജിൻ്റെ ടോട്ടൽ ഹൈറ്റ് 11.25 ഇഞ്ചാണ്. അതുകൊണ്ട് അടുത്ത ഗൈഡ് ലൈൻ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് 10.75 ഇഞ്ചിലാണ്. ഇവിടെ 10.75 ഇഞ്ച് കൊടുക്കാം. ഇപ്പോൾ 4 സൈഡിലും ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ ഇവിടേക്ക് ഒരു ഇമേജിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഫയലിൽ പോയി പ്ലേസ് ഓപ്ഷൻ യൂസ് ചെയ്ത് പ്ലേസ് ചെയ്യാം. ഈ ഇമേജിന്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മാഗസിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ ടൈപ്പ് ചെയ്ത് വെക്കാം. ഇവിടേക്ക് ഞാൻ മാഗസിന്റെ ടൈറ്റിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ നോട്ട് പാഡിൽ ഇതിനാവശ്യമായിട്ടുള്ള സാമ്പിൾ ടെക്സ്റ്റ് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ഞാൻ ഇവിടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫോണ്ട് സൈസിലൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഈ ടൈറ്റിലിനെ കറക്റ്റ് ആയിട്ടൊന്ന് ഓർഡർ ചെയ്ത് വെക്കാം നമുക്ക്. അതുപോലെ തന്നെ ഈ ടൈറ്റിലിന്റെ ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസ് അല്പം കൂടുതലാണ്. നമുക്ക് ഇതൊന്ന് കുറച്ച് കൊടുക്കാം. അതിനായിട്ട് ക്യാരക്ടർ ഓപ്ഷനിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാനൊരു -50 കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഇതിന്റെ താഴെ കുറച്ച് വേർഡിങ്സ് കൂടി ടൈപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ടെക്സ്റ്റിന്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ സ്പേസ് റിമൂവ് ചെയ്യാം. ഇവിടുന്ന് മീഡിയം ആയിട്ട് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഈ വേർഡിങ്സിനെ അല്പം ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഇനി അടുത്തായിട്ട് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി ടൈപ്പ് ചെയ്യാനുണ്ട്. അത് ടൈപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ ഫിൽ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഇമേജിനകത്ത് നിന്ന് തന്നെ ഒരു കളർ പിക്ക് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഇവിടേക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം.
നമുക്ക് ഈ രണ്ട് ലൈനെ സെലക്ട് ചെയ്ത് ക്യാരക്ടർ ഓപ്ഷനിൽ പോയിട്ട് ഓൾ ക്യാപ്സ് ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ലൈറ്റ് മാറ്റി മീഡിയം സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂടി അല്പം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് റൈറ്റ് അലൈൻ സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഡീറ്റെയിൽസിനെ മൂവ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഈ ഷേപ്പിനെ അല്പം ഒന്ന് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി ടൈപ്പ് ചെയ്ത് വെക്കാനുണ്ട്. ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ലെഫ്റ്റ് അലൈൻ കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഫോണ്ട് സ്റ്റൈൽ മാറ്റുന്നുണ്ട്. സൈസ് കൂടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് തമ്മിലുള്ള സ്പേസ് അല്പം കൂട്ടി കൊടുക്കാം. അതിനായിട്ട് ക്യാരക്ടർ ഓപ്ഷനിൽ പോയി എഡിറ്റ് ചെയ്യാം. ഇവിടുന്ന് 0 സെലക്ട് ചെയ്യുന്നുണ്ട്. താഴേക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൂടി ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിന് താഴെയായിട്ട് നമുക്ക് റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ റേഡിയസ് അല്പം ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. അതായത് റൗണ്ടഡ് റെക്ടാങ്കിളിന്റെ കർവ് കുറച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഷേപ്പിന് വേണ്ട ഏകദേശം ഒരു വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഷേപ്പിന് ഫിൽ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഷേപ്പിനെ കറക്റ്റായിട്ട് നമുക്ക് മൂവ് ചെയ്ത് വെക്കാം. ഈ ഷേപ്പ് ടെക്സ്റ്റിന്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ഷേപ്പിന്റെ ലെയറിനെ ടെക്സ്റ്റിന്റെ ലെയറിന്റെ താഴേക്ക് ഒന്ന് മൂവ് ചെയ്ത് വെക്കാം. ഈ ഷേപ്പിന്റെ സൈസ് അല്പം കൂടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് എഡിറ്റിൽ പോയി ഫ്രീ ട്രാൻസ്ഫോം ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ താഴെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഓൾ ക്യാപ്സ് ഡിസേബിൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ടെക്സ്റ്റിന്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത ഡീറ്റെയിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓൾ ക്യാപ്സ് ഇനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് മീഡിയം ആയിട്ട് ലൈറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇവിടേക്ക് ഒരു ബാർകോഡിന്റെ ഇമേജ് പ്ലേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന്റെ സൈസ് അല്പം റെഡ്യൂസ് ചെയ്ത് ഇതിനെ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഈ ഡീറ്റെയിൽസിനൊക്കെ അല്പം താഴോട്ട് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ മൂവ് ചെയ്ത് വെക്കാം. നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ലെയർ ഒരുമിച്ച് സെലക്ട് ചെയ്ത് താഴോട്ട് മൂവ് ചെയ്ത് വെക്കാം.
ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിലും ടൈപ്പ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ ഫോണ്ട് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈസും ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലും കുറച്ച് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് വെക്കാനുണ്ട്. ഞാൻ ഈ ടെക്സ്റ്റിനെ ഇവിടേക്ക് ഓൾട്ട് കീ പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് അലൈൻ മാറ്റി റൈറ്റ് അലൈൻ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഡീറ്റെയിൽസിനെ കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. അടുത്തായിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസും കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓൾ ക്യാപ്സ് ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാം. ഇതിന്റെ സ്പേസ് ഒന്ന് റിമൂവ് ചെയ്യാം. ഇവിടുന്ന് മീഡിയം സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡീറ്റെയിൽസിന് താഴെയായിട്ട് നമുക്കൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് റൗണ്ടർ റെക്ടാങ്കിൾ ടൂൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഇതിന്റെ ഫിൽ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഷേപ്പിന്റെ ലെയറിനെ ടെക്സ്റ്റിന്റെ ലെയറിന്റെ താഴേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഞാൻ ഈ ടെക്സ്റ്റിനെ ഇവിടേക്ക് കോപ്പി ചെയ്ത് വീണ്ടും വെക്കുന്നുണ്ട്. ഇതിന് നമുക്ക് റൈറ്റ് അലൈൻ സെലക്ട് ചെയ്യാം. ഈ ഡീറ്റെയിൽസിനെ ഞാൻ അല്പം ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാഗസിൻ കവർ പേജ് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് JPG ഫോർമാറ്റിൽ സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ പോയി സേവ് ആസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഫോർമാറ്റിൽ JPG സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് PDF ഫോർമാറ്റിലാണ് ഔട്ട്പുട്ട് വേണ്ടതെങ്കിൽ ഇവിടുന്ന് PDF സെലക്ട് ചെയ്ത് കൊടുക്കുക. സേവ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇമേജ് ക്വാളിറ്റി മാക്സിമം കൊടുത്ത് OK പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വർക്ക് JPG ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസോ മറ്റോ വേണ്ടി വന്നാൽ PSD ഫോർമാറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് PSD ഫോർമാറ്റിലും സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.